യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും ആയുധങ്ങളിലൂടെയാണോ? അല്ല, ശരിക്കും നമ്മുടെ മനസ്സിലൂടെയാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഭയം, ഐഡന്റിറ്റി ക്രൈസിസ്, പെർസീവ്ഡ് ത്രെറ്റ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മനുഷ്യന്മാര് യുദ്ധത്തിന് വേണ്ടി മുതിരാറുള്ളത്. ഇപ്പൊ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഇറാനെതിരെയുള്ള ആക്രമണവും നമുക്കറിയാം, അത് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർസീവ്ഡ് ത്രെറ്റ് കാരണമായിട്ടാണ്. ഈ ത്രെറ്റ് ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു സർവൈവൽ മോഡ് ആക്റ്റീവ് ആക്കും. സർവൈവൽ മോഡ് ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ റാഷണൽ മൈൻഡിനെ അത് ക്ലോസ് ചെയ്യുകയും ഇമോഷണൽ മൈൻഡിനെ അത് ആക്റ്റീവ് ആക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഭീഷണിയിലാണ്, ഞങ്ങൾ അപകടത്തിലാണെന്നുള്ള ഒരു കൂട്ടബോധം കൂടി വന്നു കഴിയുമ്പോഴേക്കും ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വാർ മോഡിനെ ആക്റ്റീവ് ആക്കും. ഇതിന്റെ കൂടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയ വഴിയും വി വേഴ്സസ് ദം എന്നുള്ള ഒരു നരേറ്റീവ് കൂടെ സൃഷ്ടിക്കപ്പെടും. ഇത് കാരണമായിട്ട് നമ്മുടെ ഗ്രൂപ്പിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളുകളോടുള്ള ശക്തമായിട്ടുള്ള റിവൽറി വർദ്ധിക്കുകയും ചെയ്യും. ഇത് കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഒരു മനുഷ്യരാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. ഇതാണ് ഡീഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഭയം, അത് നമ്മുടെ സത്യത്തെക്കാൾ ഓവർകം ചെയ്യുന്നു. അതേപോലെ കോപം കരുണയേക്കാൾ ശക്തമായിട്ട് മാറുന്നു. ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും യുദ്ധങ്ങൾ പിരിമുറുകുന്നതും ആളുകൾക്കിടയിൽ ശക്തമായിട്ടുള്ള പ്രതികാര ബുദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് സ്നേഹിക്കാനും സന്തോഷിക്കാനും സമാധാനത്തോടെ കഴിയാനും ഒക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന അതേ ബ്രെയിൻ തന്നെയാണ് ഈ യുദ്ധത്തിന്റെ മോഡ് ആക്റ്റീവ് ആക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വെറും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ഇത് മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രക്രിയയാണ് യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് യുദ്ധത്തിന്റെ മോഡ് ഡീആക്ടിവേറ്റ് ചെയ്ത് സമാധാനത്തിന്റെ മോഡ് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കാം.